So hi all, ഇന്ന് 8th August 2026 ആൻഡ് എൻ്റെ ഫിഫ്ത്ത് ഇയർ MBBSൻ്റെ ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് ഞാനിപ്പം റൂമിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ആൻഡ് നാളെ തൊട്ട് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു മാസത്തെ ഒരു വെക്കേഷൻ ആണ്. ആൻഡ് ഞാനിപ്പം കോളേജിലാണ് നിൽക്കുന്നത്. ഇത് എൻ്റെ കോളേജിൻ്റെ 3rd ഫ്ലോർ ആണ്. ഇവിടെയാണ് ഡീൻസ് ഓഫീസ് അതൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗ് എടുത്തേക്കാം. ഇപ്പം കടയിലൊക്കെ പോയി ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ആൻഡ് അതും പിന്നെ രാത്രിയിലത്തെ പാക്കിങ്ങും ഒക്കെ കാണിച്ചു തരാം. സോ ഒരാഴ്ച മുന്നേ ഞാനും നമിതയും കൂടെ ഈസ്റ്റ് പോയിന്റ് പോയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അപ്പം എടുത്ത ക്ലിപ്പിങ്സ് ആയത്. ആൻഡ് ഈസ്റ്റ് പോയിന്റിൻ്റെ ഒരു പോർഷൻ ഇപ്പം റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടെ ഒരു നല്ല ഷോപ്പിംഗ് മാൾ പോലത്തെ ഒരു ഏരിയ ആണ്. സോ ആദ്യമേ ഇച്ചിരി ടോപ്സൊക്കെ നോക്കാനായിട്ട് ഞങ്ങൾ കുറേ ഷോപ്സിൽ കയറി. ആൻഡ് അതിലൊരെണ്ണമായിരുന്നു സിൻസെ അവിടെ പുതിയതായിട്ട് തുടങ്ങിയൊരു ഷോപ്പാണ്. ആൻഡ് അങ്ങോട്ടുള്ള വഴി ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാൻ മേലാത്തതുകൊണ്ട് ആ ഈസ്റ്റ് പോയിൻ്റ് ഏരിയ ഫുള്ളൊന്ന് കറങ്ങി. പിന്നെയാണ് മനസ്സിലായത് ഒരു പുതിയ ഷോപ്പിംഗ് മാള് പോലെ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അവിടെയാണ് സിൻസെ ഉള്ളതെന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ ഇറങ്ങിയതൊരു വൈകിട്ടാണെങ്കിലും പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ചൂടും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വെയിലാണെങ്കിലും ഇങ്ങനെ ഓരോ ഷോപ്പിൽ കയറി ഇറങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിംഗ് മാൾ കണ്ടുപിടിച്ചു. ആൻഡ് ഇത് നല്ല രസമായി. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. സോ ഈ ഷോപ്പിംഗ് മാൾ അത്യാവശ്യം ഒരു വലിയ സ്പേസ് ആണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് സിൻസെ കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടി. ആൻഡ് ഫൈനലി ഞങ്ങൾ കണ്ടുപിടിച്ചു. ആൻഡ് എനിക്ക് അത്രയും ഒരു കൂടുതൽ ഇവിടെ വിൻ്റർ കളക്ഷൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ LCയിൽ കയറി. എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ട ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഫാക്ടോയിൽ കയറിയപ്പം ഈ 2 ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് വേ ഔട്ട് ഓഫ് ബഡ്ജറ്റ് ആയതുകൊണ്ട് അത് മേടിച്ചില്ല. പിന്നെ കോട്ടണിലും സാധാരണ എനിക്ക് ഒരു ടോപ്പ് കിട്ടേണ്ടതാണ്, പക്ഷേ ഇവിടെ അതും കിട്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് ന്യൂയോർക്കറിലും കൂടെ കയറി ഞങ്ങളുടെ ഈസ്റ്റ് പോയിൻറ്റിലെ ഷോപ്പിംഗ് അവസാനിപ്പിച്ചു. ഞങ്ങൾ വന്നപ്പം ഇങ്ങനെയായിരുന്നു. ആൻഡ് ഇറങ്ങിയപ്പം ഇച്ചിരി കൂടെ ഇരുട്ടി, പക്ഷേ അപ്പോഴും ലൈറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ സോ ഇപ്പം നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞു. ഇപ്പം നാളെ തൊട്ട് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണോ? ഇവരൊക്കെ ആദ്യമേ തന്നെ രാവിലെ ഉച്ചയ്ക്ക് തന്നെ ഫ്ലൈറ്റ് കയറി പോകും. എന്റെ ഫ്ലൈറ്റ് വൈകിട്ടാ. സോ യാ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കാരിഫോർ, നിക്കോറ അങ്ങനത്തെ ഷോപ്സിൽ കയറി
നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ നോക്കി മേടിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടുത്തെ ഒരു ലോക്കൽ ഷോപ്പിൽ ഒരു ഷവർമ കഴിക്കാൻ പോയി. എനിക്ക് ഈ ഷവർമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ കഴിക്കാൻ പറ്റൂ, അപ്പം ചായയുടെ കൂടെ ഇന്നത്തെ കടി ഈ ഷവർമ ആവാമെന്ന്. ഇനി ഇവരെ ഒരു മാസം കഴിഞ്ഞിട്ട് കാണും. അപ്പം ഞാൻ പറഞ്ഞു ഒരു വീഡിയോയും കൂടി എടുത്തിട്ട് പോകാമെന്ന്. ഓക്കെ, സോ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇനി എൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഡാൻസ് റീൽ എടുക്കണം രാത്രി ആകുമ്പോഴത്തേക്കും. സോ അതിനു വേണ്ടി എനിക്കിപ്പം പ്രാക്ടീസ് ചെയ്യണം. അപ്പം ഇങ്ങനെ റീൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇപ്പം നാളെയും മറ്റന്നാളും ഫുള്ള് ട്രാവലിംഗ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ ടയേർഡായിരിക്കും. അപ്പം എനിക്ക് 2-3 ദിവസം വേറെ ഇനി എനിക്ക് റീൽ എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ആ ഒരു ഗ്യാപ്പ് വരാണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എനിക്കൊരു ഷോർട്സ് എടുക്കണം. എന്നിട്ട് അത് ഇങ്ങനെ 2 ദിവസത്തിനകം ഞാനത് അപ്ലോഡ് ചെയ്യും. സോ അതിനു വേണ്ടി ഞാൻ ആദ്യമേ പ്രാക്ടീസ് ചെയ്യട്ടെ. ഓക്കെ, സോ ഇപ്പം സമയം 11:45 കഴിഞ്ഞു. ഞാൻ ഡാൻസൊക്കെ പഠിച്ചു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡിന്നർ കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റീൽ ഷൂട്ട് ചെയ്യുന്നത്. സോ ഇച്ചിരി ലേറ്റായി. അപ്പം ഒരു 12:30-ക്കുള്ളിൽ എനിക്ക് ഇതെല്ലാം റെഡിയാക്കി എല്ലാം കളിച്ച് തീർക്കണം എന്നാണ്. സോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ഞാൻ വീടിൻ്റെ അകത്ത് തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് 2 കോസ്റ്റ്യൂമാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത്. സോ ബേസിക്കലി ഒരു ട്രാൻസിഷൻ പോലെ എടുക്കാനായിട്ടാണ് എൻ്റെ പ്ലാൻ. ആൻഡ് അത് ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ആൻഡ് ഇന്ന് സാധാരണ എനിക്ക് റീലൊക്കെ എടുത്തു തരുന്നത് നമിതയാണ്. പക്ഷേ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് അവളില്ല. അപ്പം ഞാൻ ക്യാമറയും നോക്കണം, ആംഗിളെല്ലാം ശ്രദ്ധിക്കണം. സോ ഇച്ചിരി മെനക്കെട്ട പരിപാടിയായിരിക്കും. എനിവേസ് നമുക്ക് ടൈമില്ല, പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ കോസ്റ്റ്യൂമിൽ കഴിഞ്ഞു കിട്ടി എനിക്ക് വീഡിയോ. ഇച്ചിരി കഷ്ടപ്പെട്ടാലും അധികം ടേക്ക് പോകേണ്ടി വന്നില്ല. ഇനി എനിക്ക് മാറിയിട്ട് ഒരു കോസ്റ്റ്യൂമും കൂടി ഇടാനുണ്ട്. അപ്പം അതും കൂടെ കഴിഞ്ഞാൽ ഈ ഡാൻസ് റീൽ കംപ്ലീറ്റ് ആയി. അപ്പം ഞാൻ അതും കൂടെ ചെയ്യട്ടെ പെട്ടെന്ന്. സോ ഇതാണ് എൻ്റെ സെക്കൻഡ് കോസ്റ്റ്യൂം. ആൻഡ് ഇനി ഞാൻ ബാക്കിയുള്ള പോർഷൻ പോയി ഫില്ലപ്പ് ചെയ്യട്ടെ. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻ ഒന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മൊബൈലിൽ തന്നെയാണ് ഞാൻ റീൽ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. സാരമില്ല, എന്തായാലും ഞാൻ പോയി ബാക്കിയുള്ള പോർഷൻ എടുത്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പം ഞാൻ പ്ലാൻ ചെയ്ത പോലെ 2 കോസ്റ്റ്യൂമിലും എനിക്ക് എടുക്കാൻ പറ്റി ഡാൻസ്. ആൻഡ് ഇപ്പം സമയം 1:20 ആൻഡ് ഇനി ഞാൻ പോയി കിടക്കട്ടെ. നാളെ വൈകിട്ട് 5:30-ക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. ആൻഡ് നാളത്തെ വിശേഷങ്ങൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. സോ എനിക്ക് ഇച്ചിരി ബിഹൈൻഡ് ദ സീൻസ് എനിക്കിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റി. അതും കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം. So yeah, ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. Till the next video we meet, take care and bye bye.